അപ്പോൾ നമുക്ക് ഈ കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. നമ്മുടെ തലശ്ശേരിക്കാരുടെ കോഴിക്കറി. കപ്പ കഴുകി മണ്ണൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരുംജീരകം കൈ കൊണ്ട് നന്നായി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു പൊടി ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കായം പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇതേപോലെ തൊലിയടക്കം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക 1/4 കപ്പ് മൈദ, അതേപോലെ തന്നെ 1/4 കപ്പ് കടലപ്പൊടിയും ചേർത്ത് കുറേ അധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. ഉപ്പിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിടും. ഒരു മണിക്കൂറെങ്കിലും കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം വെള്ളമൊക്കെ നന്നായി റിലീസാവും ഇതിൽ നിന്ന്. അതിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ മറന്നു വരുന്നു. ഒരു 3-4 എരിവുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തില്ല, കണ്ടില്ലേ, നല്ല മോയ്സ്ചറായിട്ടുണ്ട്. ഈയൊരു പാകത്തിനായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഇതേപോലെ ഓരോരോ പിടിയായിട്ട് എടുക്കണം ഇങ്ങനെ. അപ്പോൾ ആദ്യം എണ്ണ ചൂടായോ ഒന്ന് നോക്കിയതിന് ശേഷം ഇതേപോലെ ഓരോരോ പിടിയായി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് എല്ലാം കൂടി നന്നായി ഒട്ടി നിൽക്കും. ഇതേപോലെ സൈഡൊന്ന് നന്നായി സെറ്റായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇതൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബാച്ച് ആയിട്ടുണ്ട്. കോരി മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു അടിപൊളി ഫ്ലേവറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്ര ടേസ്റ്റാണ് ഇതിന്. ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. കണ്ടില്ലേ, കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിരിക്കും. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് ടൊമാറ്റോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ടില്ലേ, നല്ല കരമുറാന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ.